എന്റെ പേര് നരേന്ദ്രൻ എന്നാണ്. പ്രത്യേകിച്ചൊരു മേൽവിലാസമോ സ്വന്തമെന്ന് പറയാൻ ഒരാളോ എനിക്കില്ല. തികച്ചും അനാഥ. ഇപ്പോൾ ഈ എഴുത്തെഴുതുന്നതിൻ്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട്. ഞാൻ മരിക്കാൻ പോവുക. തെറ്റിദ്ധാരണ വേണ്ട. പ്രേമനൈരാശ്യമോ കടബാധ്യതകളോ ഒന്നുമല്ല കാരണം. ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്നത് മാത്രമാണ്. ഇനി പെണ്ണും കെട്ടി കുറെ കുട്ടികളുമായി കാപട്യം നിറഞ്ഞ ഈ ലോകത്തിൽ അന്യോന്യം മത്സരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സംതൃപ്തിയോടെയുള്ള ഒരു ആത്മഹത്യയാണെന്ന് ഞാൻ കരുതുന്നു. വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പിന്നെ പത്രക്കാരോടൊരു വാക്ക്. ആത്മഹത്യ എന്ന തലക്കെട്ടേ എൻ്റെ മരണവാർത്തയ്ക്ക് കൊടുക്കാവൂ. പോലീസുകാരോടൊരു വാക്ക്. എൻ്റെ മരണത്തിൻ്റെ പേരിൽ ആരെയും സ്റ്റേഷനിൽ തപ്പിക്കയറ്റി സാക്ഷികളോ മാപ്പ് സാക്ഷികളോ ആക്കരുത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോടും ഒരു വാക്ക്. വർഷങ്ങളുടെ ശ്രമം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഈ നല്ല ശരീരം സാധാരണ ചെയ്യുന്ന പോലെ കീറി മുറിച്ച് വൃത്തികേടാക്കരുത്. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ. സ്നേഹപൂർവം, സ്വന്തം നരേന്ദ്രൻ. സാറേ, സാർ, അടുത്ത വണ്ടി എപ്പോഴാ? ഇനി നേരം എടുത്തിട്ട് ഇവിടുന്ന് വണ്ടിയുള്ളൂ. അതുവരെ ഈ വഴി വണ്ടിയേ ഇല്ലേ? എന്തിനാ? വണ്ടികളുടെ സെൻസസ് എടുക്കാനാ? ചൂടാവല്ലേ സാറേ, അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. ഇന്നിവിടെ വണ്ടി നിർത്തില്ല. തെക്കോട്ട് 2:30-നും വടക്കോട്ട് 3:15-നും ഓരോ വണ്ടി പോകും. ആ യമാമാർക്ക് സലാം പറഞ്ഞ് ഞാനിങ്ങ് പടിഞ്ഞാട്ടും പോകും. തെക്കോട്ട് 2:30-ന്, വടക്കോട്ട് 3:15-ന്. താങ്ക് യു. അപ്പോഴേ വണ്ടിക്ക് തലവെച്ച് ചാവാനൊന്നല്ലോ. എങ്ങനെ മനസ്സിലായി? രണ്ട് 30-ന് തെക്കോട്ട്. അവൻ തന്നെ ആയിക്കൊള്ളട്ടെ അന്തകൻ. ബോഡി വൃത്തികേടാവരുത്. തല വേറെ, ഉടല് വേറെ. അതാണ് ഭംഗി. എന്നെ വിടാൻ വിടാൻ എനിക്ക് മരിക്കണം.
എന്നെ വിടാൻ മനുഷ്യനെ മരിക്കാനേ സമ്മതിക്കില്ലേ? നിങ്ങൾ ആരാണ് മിസ്റ്റർ? നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ച് മാറ്റിയത്? തനിക്ക് മരിക്കല്ലേ വേണ്ടു. 3:15 വടക്കോട്ടൊരു ട്രെയിനുണ്ട്, അതിനാകാം. ഞാനും മരിക്കാൻ വന്നതാ. അതേ സ്നേഹിത, ദാ അപ്പുറത്ത് കിടന്നുകൊണ്ട് വണ്ടി ഒന്ന് നോക്കിയതാ. അപ്പോഴാ നിങ്ങളെ കണ്ടു. സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ് വന്നതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി ടെൻഷനിൽ. നിങ്ങൾ ഇവിടെ കിടക്കുന്നത് എന്തിനാണെന്നറിയാതെ ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ മരിക്കും? അല്ല പറ. പോലെ പോലെ നിൽക്ക്, പറയട്ടെ. 3:15 വടക്കോട്ടൊരു ട്രെയിനുണ്ട്, അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. എന്നിട്ട് വണ്ടി വരാറാവുമ്പോൾ ട്രാക്കിൽ കയറി കിടന്ന് സുഖമായിട്ട് മരിക്കാം. പേര് പറഞ്ഞില്ലല്ലോ, എൻ്റെ പേര് നരേന്ദ്രൻ. അല്ല, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്. എന്താ ദേഹത്തൊക്കെ ചോര? എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങാതി. അടുത്ത ട്രെയിൻ വരാൻ ഇനി അധികം സമയമില്ല. ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള നിമിഷങ്ങൾ വെറുതെ കളയുന്ന എന്തിനാ? ഒരു തീരുമാനം എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ രണ്ടുപേരും തീരുമാനം എടുത്തു കഴിഞ്ഞു. പിന്നെന്താ പറയും? നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? സിമ്പിൾ. എനിക്ക് ജീവിച്ച് മതിയായി. ഒരുപാട് അനുഭവങ്ങളിലൂടെ ദാ ഇവിടെ വരെ എത്തി. ഇപ്പൊ ഞാൻ സന്തുഷ്ടനാണ്. ഇനി കുറെ കാലം കൂടെ ജീവിച്ച് ഭൂമിക്ക് ഒരു ഭാരമാകുന്നതിനേക്കാൾ നല്ലത് സന്തോഷമായിട്ട് മരിക്കുകയാണെന്ന് തോന്നി. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് കേട്ടിട്ടില്ലേ? സ്നേഹിക്കാനോ കാത്തിരിക്കാനോ ആരുമില്ല. മരിച്ചാലൊന്നും കരയാൻ പോലും ആളില്ല. എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല. സ്നേഹിക്കാനും കാത്തിരിക്കാൻ ആളുകളുണ്ട്. അവർക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. പക്ഷേ എനിക്ക് മരിച്ചേ പറ്റൂ. മനസ്സിലായില്ല? ഞാനൊരാളെ കൊന്നിട്ട് വന്നിരിക്കുക. നാളെ നേരം വെളുക്കുമ്പോൾ എല്ലാവരും ഇതറിയും. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലൂടെ എന്റെ അച്ഛനമ്മമാരുടെ മുമ്പിലൂടെ എന്നെ പോലീസ് വിലങ്ങണീച്ച് നടത്തും. അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. മരിക്കണം, മരിച്ചേ പറ്റൂ. വ്യക്തമായി പറയൂ, എന്താണ് സംഭവിച്ചത്? ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്ററാണ് എൻ്റെ അച്ഛൻ. എനിക്കൊരു ജോലി കിട്ടാൻ എന്നും പ്രാർത്ഥിക്കാറുള്ള അമ്മയും അനിയത്തിയും. ഇന്റർവ്യൂ, പരീക്ഷകൾ ഒന്നും ശരിയായില്ല. ആ സമയത്ത് ദേവദൂതനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഡേവിഡ്. നമസ്കാരം. അയാൾ അച്ഛൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു. നീ ഡേവിഡിനെ അറിയില്ലേ? അറിയാം. ജോലിയൊന്നും ആയില്ലല്ലേ? ഇല്ല. ഞാനൊരു ജോലി ശരിപ്പെടുത്തി തന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അയാളെ ഏറ്റു. പക്ഷെ ഒരു കണ്ടീഷൻ. ഒരു ചിട്ടി കമ്പനിയിൽ മാനേജർ. ജോലി കിട്ടണമെങ്കിൽ പക്ഷെ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. കുറെ നിക്ഷേപകരെ സംഘടിപ്പിച്ചു കൊടുക്കുകയും വേണം. പലതും പറഞ്ഞ് ഞങ്ങളെ അയാൾ വിശ്വസിപ്പിച്ചു. 1 ലക്ഷം. നിങ്ങൾ ആരും അതോർത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കത് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കൊള്ളാം. എന്നാലും മോനെ, നിനക്കൊരു ജോലിക്ക് വേണ്ടിയല്ലേ? അങ്ങനെ കരം ചോദിച്ചാലും അച്ഛാ 1 ലക്ഷം രൂപ ഇക്കാലത്ത് ആരും തരില്ല. തന്നാൽ നമുക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? ചേട്ടൻ വിഷമിക്കണ്ട, ഇതുകൊണ്ട് വിറ്റോളൂ. കടം വാങ്ങിയും അനിയത്തിയുടെ ആഭരണങ്ങൾ വിറ്റും പണമുണ്ടാക്കി. പരിചയമുള്ള പലരെയും ചെന്ന് കണ്ട് നിർബന്ധിച്ച് RK ചിറ്റ് ഫണ്ടിൽ നിക്ഷേപകരാക്കി. ഒരു ജോലി കിട്ടിയാൽ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന ആശ്വാസമായിരുന്നു ഞങ്ങൾക്ക്. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി രാശാണിത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? എന്തായാലും ഒരു ജോലി കിട്ടിയില്ല. സമയമായി. RK നമ്പ്യാർ എന്ന മാനേജിംഗ് ഡയറക്ടർ. ആ വഞ്ചകന്റെ ദല്ലാളാണ് ഡേവിഡ് എന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. വായിച്ചു നോക്കാനൊന്നുമില്ല. ഒപ്പിട. നിക്ഷേപങ്ങൾ ധാരാളമായപ്പോൾ കമ്പനി കൂട്ടി. പണം നഷ്ടപ്പെട്ട പാവങ്ങൾ ബഹളമുണ്ടാക്കി. അച്ഛന്റെ സ്വാധീനത്തിൽ പിരിച്ചെടുത്ത ഡെപ്പോസിറ്റുകൾ വലിയ തലവേദനയായി. ഞങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടു. കഴിക്കുന്നു. എന്തിന്? ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ MD-യോട് പോയി ചോദിക്കണം മിസ്റ്റർ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യണം. RK നമ്പ്യാർ കോടതിയിൽ IT ഫയൽ ചെയ്തു. ഡേവിഡ് കൂടി ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോ നിൽക്കക്കള്ളിയില്ലാതായി. എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന ചിന്ത എന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി.
അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഡേവിഡ് എന്റെ മുമ്പിൽ വന്ന് വിട്ടു. ജോലി നോക്കി പോടാ. താൻ ആരെയും കൊന്നിട്ടില്ല. കൊന്നു. അയാളുടെ ബോഡി ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അല്ല, താനല്ല അയാളെ കൊന്നത്, ഞാനാണ്. എടോ, താൻ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയാണ്. സ്നേഹമുള്ള അച്ഛനമ്മമാര്, അനിയത്തി, അവരുടെ ഒക്കെ ജീവിതം തന്റെ കയ്യിലാണ്. ഞാനാണെങ്കിൽ ഒരു അനാഥൻ, മരിക്കാൻ സ്വയം തീരുമാനിച്ചവൻ. ഒരു കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരാനില്ല. റെയിൽവേ ട്രാക്കിൽ കിടന്ന് വൃത്തികേടായിട്ട് മരിക്കുന്നതിന് പകരം സർക്കാർ ചെലവിൽ തൂക്കുമരത്തിൽ കിടന്ന് ചാവാം. നല്ല പബ്ലിസിറ്റിയും കിട്ടും. ഏത് വഴിക്കായാലും മരണം മരണം തന്നെയാടോ. തന്നെയുമല്ല, തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടാലോ? പറ, എങ്ങനെയാണ് താൻ അയാളെ കൊന്നത്? വ്യക്തമാക്കിയാലേ പോലീസിന്റെ മുമ്പിൽ എനിക്കൊരു കഥയുണ്ടാക്കി പറയാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ടിരിക്കണോ?
നിങ്ങൾ ഇവിടെ ഒന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ആ ചിട്ടി കമ്പനിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഞാനും കൂടി നിർബന്ധിച്ചു. അത് സത്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? നിങ്ങൾ നിങ്ങളുടെ മോനും ചേർന്നാ ഞങ്ങളെ ഈ അബദ്ധത്തിൽപ്പെടുത്തിയത്. മനുഷ്യ, നിങ്ങളെക്കാൾ വലിയ അബദ്ധത്തിലാണ് ഞങ്ങൾ പെട്ടത്. അവന് ഒരു ജോലി ആകുമല്ലോ എന്ന് വിചാരിച്ച് എന്റെ കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെ അവിടെ കൊണ്ടിട്ടു. എന്റെ മോളുടെ കല്യാണത്തിന് കരുതിയിരുന്ന ആഭരണങ്ങൾ വരെ വിറ്റു. മാനക്കേട് വേറെ. ഞങ്ങൾക്കതൊന്നും അറിയണ്ട. നിക്ഷേപിക്കുന്ന പണത്തിന് പരിപൂർണ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങളുടെ മോനാ. എവിടെ അവൻ? വിളിക്കാവനെ. അവനോട് ഇല്ല. തൽക്കാലം നിങ്ങളൊന്ന് പോ. എങ്ങോട്ട് പോകാൻ? കമ്പനി പൂട്ടി. മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ പാപ്പരായെന്നും പറഞ്ഞ് നിയമത്തെ കളിപ്പിച്ച് മിടുക്കനായി നടക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഡേവിഡിനെ ആണെങ്കിൽ ആരോ തല്ലിക്കൊല്ലുകയും ചെയ്തു. നിങ്ങളോടല്ല പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കാനാ? നിങ്ങളുടെയൊക്കെ പണം പെട്ടിയിൽ വെച്ച് പൂട്ടി അതും തലയ്ക്ക് വെച്ചോണ്ട് ഞാൻ കിടന്നുറങ്ങുന്നത്. തരാൻ മനസ്സില്ലെങ്കിലോ? ജിനു, അച്ഛനൊന്നും ഉണ്ടായിരുന്നേ. ഇവരൊക്കെ എന്ത് ചെയ്യുന്ന കാണല്ലോ. ഇത്രയും കാലം മര്യാദയ്ക്ക് സംസാരിച്ചോണ്ട് അവരൊക്കെ തലേ കയറുന്നത്. പണം മുഴുവൻ തട്ടിയെടുത്ത് MD ക്ക് സംരക്ഷണം നൽകാൻ പോലീസും പട്ടാളവും. പാപ്പരാണെന്നുള്ള ദയ വേറെയും. ഇവർക്ക് കുതിരയേറെ എന്നെ പോലുള്ളവർ കിട്ടൂ. പോവാൻ പറച്ച. ഈ വേലയൊന്നും ഞങ്ങളോട് വേണ്ട. അങ്ങനെ പറയരുത്. മോനെ, കൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് ഒരു സമാധാനമില്ല. എനിക്ക് സമാധാനം കുറച്ച് കൂടുതലുണ്ട്. വരട്ടെ. ഞങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. നിങ്ങൾ സമാധാനം വരൂ. ജനു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരിയാൻ പോകുമെന്നും വേണ്ട. ഞാൻ താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. മനസ്സ് നിറയെ കുറ്റബോധമുണ്ട്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇതൊക്കെ അല്ലേ എന്റെ ലൈൻ? ഞാൻ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു. എനിക്ക് ഒരു വിഷമവും ഇല്ല. പിന്നെ ഒരു ദുഃഖമുണ്ട്. വധശിക്ഷ ഒത്തു കിട്ടിയില്ല. അത് ജീവപര്യന്തമായി കുറഞ്ഞുപോയി. സാരമില്ല. ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വളരെ താഴെയായിരിക്കാം. ഒക്കെ ഒരു തമാശയിട്ട് എടുത്താൽ മതി. തമാശ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയണ്ടേ? നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ എന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? മനസ്സാക്ഷി, അതിനൊക്കെ എന്താ ഇവിടെ ഒരു വിലയുള്ളൂ? ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ. വരുന്ന എന്തും വരട്ടെ. അനുഭവിക്കാൻ ഞാൻ ഒരുക്കുക. ജനു, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളൊക്കെ തകരാറിലാവും. അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപകടം കൂടുകയുള്ളൂ. നീ എന്ന് പറഞ്ഞില്ലേ, വയസ്സായ അച്ഛനമ്മമാര്, കല്യാണപ്രായമായ അനിയത്തി, അവർക്കൊക്കെ നീയല്ലേ ഉള്ളൂ. എന്നെക്കുറിച്ച് ഓർക്കുന്നതിന് പകരം നീ അവരെ പറ്റി ആലോചിക്കും. എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളൂ? മുകളിൽ ആകാശം, താഴെ പോകി. അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഈ ഒരു ജന്മം. പുറത്തെ സ്വാതന്ത്ര്യത്തെക്കാൾ സുഖമുണ്ട് ഇവിടെ. പുതിയ ആളുകൾ, പുതിയ അനുഭവങ്ങൾ. പക്ഷെ മനസ്സ് നീറി ഞാൻ എത്ര നാളിങ്ങനെ ജീവിക്കും? അതുകൊണ്ടാ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന്. കാണാതിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ മറക്കാൻ കഴിയും. മനസ്സും ശാന്തമാവും. ജനനത്തിലൂടെ മാത്രമല്ല സഹോദര ബന്ധമുണ്ടാവുന്നു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷമുണ്ടല്ലോ, മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു അപൂർവ സംഗമം. സത്യം പറഞ്ഞാൽ അപ്പൊ മുതൽ നീ എന്റെ അനിയനായി. ധൈര്യമായിരിക്കും. ഇന്ന് ആ ഉണ്ണിപ്പിള്ള വന്നിരുന്നു. അന്ന് കാണാൻ വന്നവർക്ക് ഇതേ ഇഷ്ടായിന്ന്. സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാലും കല്യാണം എന്ന് പറയുമ്പോ അവരോട് എന്താ നമ്മൾ പറയേണ്ടത്? ആരോട് ദേഷ്യപ്പെട്ടിട്ടാ ചേട്ടൻ ഊണഴിക്കാതിരിക്കുന്നത്? ആരോടുമില്ല. ദേഷ്യം എന്നോട് തന്നെയാ. ഞാനൊന്നിനും വളരാത്തവനായി പോയില്ലേ? അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആർക്കെവിടെ കല്യാണത്തിന് തിരക്ക്? ഉണ്ണിപ്പിള്ള വരുമ്പോ ഞാൻ പറഞ്ഞോളാം എനിക്ക് ആ ബന്ധം ഇഷ്ടായില്ലെന്ന്. ആദ്യം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ഇങ്ങനെ പോയ പ്രശ്നങ്ങളൊന്നും തീരും തോന്നില്ല. ഞാൻ ജനിച്ച തെറ്റായി പോയത്. ആദ്യം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവാക്കി. പിന്നൊരു ജോലിക്ക് വേണ്ടി നിന്റെ ആഭരണങ്ങളെല്ലാം തൂക്കി വിറ്റു. എല്ലാം നശിപ്പിച്ചു. ഞാനൊരുത്തനില്ലായിരുന്നെങ്കിൽ
നിന്റെ കല്യാണമെങ്കിൽ അന്തസ്സായിട്ട് നടന്നേനെ. ശപിക്കപ്പെട്ടൊരു ജന്മം എന്റേത്. ദിസ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് കേസ്. ഈ പ്രതിക്ക് വട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത്, സാമാന്യ ബുദ്ധിയുള്ള ആരും ഇങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നില്ല. കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല. എന്തിനാ അയാൾ കുറ്റം ഏൽക്കാൻ പോയത്? പോക്കറ്റ് നിറച്ച് കാശും എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കൊലക്കേസ് നമുക്ക് ഊരാം. യു ആർ വെരി ലേറ്റ്. എന്നെ നേരത്തെ വന്ന് കാണായിരുന്നില്ലേ? ഒരു വക്കീലിനെ വെക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. രോഗിയോട് ചോദിച്ചിട്ടല്ല രോഗത്തിന് ചികിത്സിക്കേണ്ടത്. വളണ്ടറി കൺഫെഷനും കഴിഞ്ഞു, വിധിയും വന്നു കഴിഞ്ഞു. ഇനി കേസ് റീഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും പഴുതുണ്ടാക്കാൻ കഴിയുമെന്ന് എല്ലാവരും പറയുന്നത്. അത് ശരിയാണ്. വല്ല പഴുതുണ്ടാക്കാൻ എന്നെ കൊണ്ടേ സാധിക്കൂ. സീനിയർ വക്കീലന്മാർ വരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്. നിയമപുസ്തകങ്ങൾ എനിക്ക് മനഃപാഠമാണ്. വക്കീലായ എൻ്റെ അച്ഛൻ പോലും പറയുന്നത് ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലും ഞാനൊരു കമ്പ്യൂട്ടറാണെന്നാ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോട്ടെ, പ്രതി സഹകരിക്കുമോ? തീർച്ചയായും സഹകരിക്കും. താൻ എൻ്റെ ഓഫീസിൽ ചെന്നിരിക്കും. ആ, ബാക്കി എവിടെ വെച്ച് സംസാരിക്കാം. ഞാൻ ആലോചിക്കട്ടെ. ഓ. കുഞ്ഞിക്കണ്ണ, കുഞ്ഞിക്കണ്ണ, എടോ കുഞ്ഞിക്കണ്ണ. പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും. വെള്ളയപ്പം, മുട്ട റോസ്റ്റ്, പഴം പുഴുങ്ങിയ ഇതൊക്കെ വേണമെന്നല്ലേ പറഞ്ഞ് കുറച്ച് സമയം പിടിക്കും. അതിൻ്റെ ഇടയിൽ വേറെ പണി പറഞ്ഞാൽ ഇതും നടക്കൂല അതും നടക്കൂല. മെഷീൻ അല്ലേ ഞാൻ. കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ? ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പെട്ടിയും സ്റ്റൗവും ഒക്കെ റെഡി. പക്ഷെ ടാങ്കിൽ വെള്ളമില്ല. വെള്ളം ഇല്ലേ? ഹൗസ് ഓണർ തള്ള മോട്ടർ ഓൺ ചെയ്തിട്ടില്ല. വക്കീലൊന്ന് താഴെ ചെന്ന് പറ. ഞാനോ? പിന്നെ അതും ഞാനോ? ആ തള്ളയായിട്ട് ഗുസ്തി പിടിക്കാനല്ല വലിയ വക്കീൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞ തള്ള എന്നെ തിന്നാൻ പോരാ. നിനക്ക് നല്ല തണ്ടും തടിയില്ലേ, താഴെന്ന് വെള്ളം എടുത്തോണ്ടേ ചൂടാക്കിയാ പോരെ, എന്തിനാ കറണ്ട് കളിയുന്നതെന്നൊക്കെ. ഇന്നാളൊരു മീനിന്റെ മുള്ള് പൂച്ച കടിച്ചോണ്ടേ അവരുടെ വെറ്റിലച്ചലത്തിലിട്ടു. അത് ഞാൻ ചെയ്താണെന്നും പറഞ്ഞ് പൂരത്തെറി. ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം. ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ല. ഞാൻ ആ തള്ളയെ കൊല്ലു. ബാക്കിയൊക്കെ വക്കീലിന്റെ അടുത്താ. പറഞ്ഞത് മനസ്സിലായല്ലോ. റോട്ടിലൂടെ പോകുമ്പോ വളരെ സൂക്ഷിച്ചു പോണം കേട്ടോ. വക്കീലെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ, വായ നിറച്ച് മുറുക്കാൻ മുറുക്കി ഈ മിറ്റത്ത് തുപ്പടുത് നിർത്തിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറി കഴിഞ്ഞു. ഏ, വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ടാങ്കിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ചീത്തയായാൽ ഞാൻ മഹാ ചീത്തയാ. ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. ഞാൻ മേലാണെങ്കിൽ അത് തിന്നത്രേ. അതിന് ഈ തള്ളക്ക് എന്താ ചെയ്തോ? ആരാണ് നിന്റെ തള്ള? ഞാൻ വക്കീലായിട്ടാ സംസാരിക്കുന്നത്. വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതിനാരാ ഇവിടെ വേലക്കാരൻ? ഞാൻ വക്കീലിന്റെ ബന്ധുവാ. അതേന്ന്, ഞങ്ങൾ ബന്ധുക്കളായിട്ട് വരും. അതൊക്കെ പോട്ടെ. വൈകുന്നേരം ഞാൻ വരുമ്പോ മുകളിൽ ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എടോ കുഞ്ഞിക്കണ്ണ, ഓ, ഇങ്ങ് വന്നേ. ഏത് വകയിലാ നീ എന്റെ ബന്ധുവാകുന്നത്? വേറെ ഒന്ന് രണ്ടാളോട് നീ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, അതുകൊണ്ടാ ചോദിക്കുന്നത്. അതിപ്പം വക്കീലിന്റെ ഇളച്ചന്റെ. നിർത്ത്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചട്ടിയും കലവും കഴുകലായിരുന്നു പണി. അങ്ങനെയുള്ള തുക്കട ഫാമിലി അല്ലടാ നെന്മാറ ഫാമിലി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി ഫൂൾ. അങ്ങോട്ട് പറയേ. വക്കീലിന്റെ അടുത്തും ഡോക്ടറുടെ അടുത്തും ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. താനൊരാളെ കൊന്നു, പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തു, കേസ് കോടതിയിൽ വന്നു, കൂട്ടക്കേറിയെന്ന് താൻ പറഞ്ഞു ഞാൻ തന്നെയാണ് കൊന്നതെന്ന്. കുറ്റം ചെയ്തവന്മാരൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ എന്തിനാണോ ഈ കോട്ടുകൂട്ട് നടക്കുന്നത്? വിഡ്ഢിത്തായിപ്പോയി, മഹാവിഡ്ഢിത്തായിപ്പോയി. അഡ്വക്കേറ്റ് PS നെന്മാറ. എന്താണാവോ ഇദ്ദേഹത്തിന് വേണ്ടത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒന്നും പേടിക്കണ്ട. തന്നെ ഞാൻ രക്ഷിക്കാം. എങ്ങനെ? പട്ടാപ്പകല് നടു റോട്ടിൽ വെച്ച് 100 കണക്കിന് സാക്ഷികളുടെ മുമ്പിൽ വെച്ച കുനിശ്ശേരി കുഞ്ഞു മുഹമ്മദിനെ അയാളുടെ അളിയൻ ഇസ്മായിൽ കുത്തിക്കൊന്നത്. പക്ഷെ ഇസ്മായിൽ ബുദ്ധിയുള്ളവനാ. കോസ്മോപൊളിറ്റൻ ക്ലബിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന എന്റെ അടുത്ത് നേരെ വന്ന് വിവരം പറഞ്ഞു. വലിയ കോളിളൊക്കെ ഉണ്ടാക്കിയ കേസായിരുന്നു അത്. പക്ഷെ എന്തായി? ഇസ്മായിലിന്റെ രോമം തൊട്ടില്ല. കുറ്റം സമ്മതിക്കാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചത്? എന്താ തന്റെ ഉദ്ദേശം? നമുക്ക് അപ്പീൽ കൊടുക്കുന്ന വക്കീൽ പറയുന്നത് വളണ്ടറി കൺഫെഷൻ അല്ലെന്ന് കോടതി പറയാം. CRPC 374, 375 മെമ്മോ ഓഫ് അപ്പിയറൻസ് അടക്കം അപ്പീൽ ഫയൽ ചെയ്യാം.
എന്നെ പുറത്തിറക്കാനാണോ? എന്താ വിശ്വാസമില്ലേ? വോളണ്ടറി കൺഫെഷൻ അല്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഈ കേസ് എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു. ഇതിന് റീ ഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. താനൊരു മാനസിക രോഗിയായിരുന്നു എന്നുള്ള ഗ്രൗണ്ടിലായിരിക്കും എന്റെ അപ്പീൽ. പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധിക്കുമെങ്കിൽ ഈ ജീവപര്യന്തം ഒരു വധശിക്ഷയാക്കി മാറ്റി തന്നാ കൊള്ളാം. എന്താ, സാധിക്കുമോ? ഇയാൾ ശരിക്കും ഒരു മാനസിക രോഗി തന്നെയാണോ? ജനു, എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ നോക്കണ്ട. അല്ല, അത് മനുഷ്യനെ വടിയാക്കരുത്. കോടതിയിൽ നിന്ന് തരിക നേരമില്ലാത്ത എന്നെ ജയിലിൽ പിടിച്ചുകൊണ്ടൊന്ന് നാടകം കളിക്കുന്നു. ബ്ലഡി ഫുൾ. വക്കീലെ പ്ലീസ്, വക്കീലെ ഒന്ന് നിന്നേ. തന്റെ പടി നോക്കണം. ഞാൻ ഒന്ന് പറയുന്നത് കേൾക്കൂ. ഒന്നും എനിക്ക് കേൾക്കണ്ട. പ്ലീസ്, ഞാൻ ഒന്ന് പറയുന്നത് കേട്ടിട്ട് സംസാരിച്ചാൽ മതി. താൻ പോടോ. വക്കീലെ പ്ലീസ്, കേട്ടിട്ട് പോ. ഹലോ 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 കാറ് നിർത്താൻ. ഒരാളുണ്ടല്ലോ. ഉണ്ട് സർ. അതെ അതെ, ഒന്നും ആലോചിക്കാതെ അല്ലല്ലോ നമ്പ്യാർ ഇതൊക്കെ ചെയ്യുന്നത്. ചിട്ടി കമ്പനിയുടെ അധ്യായം ഇതോടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത മേഖലയിലായിരിക്കും കളി. ആ, ആളിങ്ങെത്തിയല്ലോ, കൊടുക്കാം. അളിയനാ. ഹലോ, മന്ത്രിയായതിനു ശേഷം ബന്ധുക്കളെ മാത്രമേ ഇനി ഒരേ ഒരു ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ വീണ്ടും പോരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോ ആരോടും ഒരു ബന്ധവുമില്ലാത്ത ആളായിരുന്നു ഞാൻ. സ്നേഹിക്കാൻ ആളില്ല, കടപ്പാടുകളില്ല, ബാധ്യതകളില്ല. ഇപ്പോ ഈ 28 ദിവസം കൊണ്ട് ആരൊക്കെ ഉണ്ടായതുപോലെ. വക്കീല്, മാനസ. ആലോചിക്കുമ്പോ വെറുതെ മനസ്സിനൊരു വിഷമം. തിരിച്ചു പോകുന്നതിന് മുമ്പ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്താനുണ്ട്. നിൽക്ക്. പോകാൻ വരട്ടെ. ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതറിഞ്ഞിട്ടേ ഞാൻ പോകൂ. പബ്ലിക് റോഡായതുകൊണ്ട് ആട്ടിപ്പുറത്താക്കാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരെ വിളിച്ചു കൂട്ടാം, വിരോധമില്ല. പക്ഷേ സംസാരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ചായിരിക്കുന്നു മാത്രം. എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ഉണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. നിന്റെ ചേട്ടനെ കൊന്ന് നിന്റെ കുടുംബം അനാഥമാക്കിയ ആ ശവംതീരി പട്ടികളുമായിട്ട് കൂടുതൽ അടുപ്പം നിനക്കാണല്ലോ. ഒഴിഞ്ഞു മാറാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ജനങ്ങളെയും സർക്കാരിനെയും ഒരുപോലെ വഞ്ചിക്കുന്ന ആ കള്ളപ്പണക്കാരുമായിട്ട് നിനക്കെന്താണ് ബന്ധം? മയക്കുമരുന്ന് കച്ചവടം മുതൽ പെൺവാടിപ്പം വരെ നടക്കുന്ന അവരുടെ ഗസ്റ്റ് ഹൗസുകളിൽ നിനക്കെന്താണ് ജോലി? ആർ യു എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ദെയർ pimp? ജനു എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവന്റെ ദുഃഖങ്ങൾ അറിയാവുന്ന ഏക വ്യക്തി നീയാണെന്ന്. അവന് ജോലി കിട്ടാൻ വേണ്ടി നിന്റെ കാതിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ നീ അവൻ അഴിച്ചു കൊടുത്തു. കല്യാണത്തിലെ ചേട്ടൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഒത്തുവന്ന ബന്ധം നീ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. നിന്നെ ഓർത്താണ് അവൻ ആത്മഹത്യ ചെയ്യായിരുന്നു. നിനക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചിരുന്നത്. ആ നീയാണോ ഇന്ന് അവനെ കൊന്ന കഴുകന്മാർക്ക് വേണ്ടി കാവലിരിക്കുന്നത്? എനിക്ക് അവനൊരു സുഹൃത്ത് മാത്രമാണ്. പക്ഷേ രക്തബന്ധമുള്ള നിന്നേക്കാൾ ബന്ധം എനിക്ക് അവനോടുണ്ട്. അറിയാം, എല്ലാം എനിക്കറിയാം. മരണത്തിൽ നിന്ന് എന്റെ ചേട്ടനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം. ചെയ്യാത്ത കൊലപാതകം സ്വയം ഏറ്റെടുത്ത് ചേട്ടന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണെന്നും എനിക്കറിയാം. എന്നോട് മാത്രം ചേട്ടൻ എല്ലാം തുറന്നു പറയുമായിരുന്നു. പക്ഷേ നിങ്ങൾ രക്ഷിച്ച എന്റെ ചേട്ടനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളിവിടെ ആദ്യം വന്നപ്പോ തന്നെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, നിങ്ങളെ നേരിടാൻ കഴിയാതെയാണ് ഞാൻ വാതിൽ കൊട്ടി അടച്ചത്. നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയത്. എന്റെ അവസ്ഥ അതായിപ്പോയി.
എന്റെ ചേട്ടനെ കൊന്നാണെന്ന് എനിക്കറിയാം. ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ അന്ന് തന്നെ ചേട്ടൻ എനിക്ക് വാക്ക് തന്നിരുന്നു, ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന്. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് അവരന്ന് ചേട്ടനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. വെളുക്കുന്നത് വരെ ചേട്ടന്റെ വരവും കാത്ത് ഞങ്ങൾ ഉറങ്ങാതിരുന്നു. രാവിലെ ആരോ വന്ന് പറഞ്ഞു ചേട്ടൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന്. പിറ്റേന്ന് തന്നെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു. അന്ന് വൈകുന്നേരം അന്വേഷണത്തിനായി പോലീസ് വീട്ടിൽ വന്നു. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം. മകന്റെ മരണത്തെപ്പറ്റി പരാതി ഉണ്ടല്ലേ? എന്തിനാ പരാതിയൊക്കെ ഇൻസ്പെക്ടർമാരോട് പറയാൻ പോന്നേ? ഇദ്ദേഹം പോലീസ് സൂപ്രണ്ടിന്റെ മകനാ. മന്ത്രിയുടെ അളിയനുണ്ട്, സർക്കിളുണ്ട്. അന്വേഷണം ഉയർന്ന നിലയിൽ തന്നെ ആകാം. സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ആ, ഇതും ഒരു നിലയ്ക്ക് സ്റ്റേഷൻ തന്നെയാ. പല നിയമങ്ങളും പരിപാലിക്കപ്പെടുന്നത് ഇവിടെ വെച്ചാ. നമുക്ക് പോകാൻ പോലെ വാ. എങ്ങോട്ട്? കാര്യങ്ങൾ തീരുമാനിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. പട്ടികളെ, എനിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ മകനെ കൊന്നുപോകാൻ ഞാൻ വെറുതെ കൂടിയില്ല. ഞാൻ അക്ഷരം പഠിപ്പിച്ച 1000കണക്കിന് പിള്ളേരുണ്ട് ഈ നാട്ടില്. അവരെ കൊണ്ട് ഞാൻ പകരം ചോദിപ്പിക്കും. നിങ്ങളുടെ മകന്റെ മരണത്തിൽ നിങ്ങൾക്ക് പരാതിയില്ല, ഉണ്ടോ? ഇല്ല. ഇന്നു മുതൽ ഞാൻ പറയുന്നതേ നീ കേൾക്കൂ. ജീവിതകാലം മുഴുവൻ അവരുടെ അടിമയാവാതെ നിവർത്തിയില്ലെന്ന് വന്നു. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല. വയസ്സായ അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ. കരയാതി, ആരും സഹായത്തിനില്ലെന്നോർത്ത് വിഷമിക്കരുത്. ജനുവിന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. അങ്കിളെ, വക്കീലങ്കിളിന് എങ്ങനെയുണ്ട്? എന്തേ? അങ്കിളിന് അടി കിട്ടിയോ? അടിയോ? അപ്പൊ അങ്കിൾ അറിഞ്ഞില്ലേ? വക്കീലങ്കിളിനെ ആരോ അടിച്ചു. ആശുപത്രിയിലാണ് ഫോൺ വന്നു. അപ്പൊ മുത്തശ്ശിയും അമ്മാവനും അങ്ങോട്ട് പോയിരിക്കാം. ഭാഗ്യമുള്ള ആളാ വക്കീല്. അല്ല, ഈ മുഖത്ത് കൊണ്ടാടി കണ്ണിലായിരുന്നെങ്കിലോ? എന്നാ പിന്നെ സൗകര്യായി. ഈ മോന്ത കാണാതെ കഴിയല്ലോ. കുഞ്ഞുകണ്ണാ, ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്. വക്കീലെ, നമുക്ക് ആ വീട് മാറുക. ഒരു നാശം പിടിച്ച വീടാണ്. പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുകൊണ്ട് എന്തെല്ലാം പുലിവാലികളാണ്. വെറുതെ വീടിനെ പറ്റി നീ കുറ്റം പറയരുത്. ഒരു കൊലപ്പുള്ളി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ ഞാനാ ഉത്തരവാദി. ഓ, നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താന്ന് പറഞ്ഞാൽ മതി. അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ പേഴ്സിനകത്ത് പൈസ ഇരിപ്പുണ്ട്. ആ, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആ, ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറ്റി അയക്കുക. വളരെ നല്ലേ. കൂടെ നീയും കയറി പോയിക്കോ. കൂടെ നീയും കയറി പോയിക്കോന്ന് ബ്ലഡി ഫൂൾ.
എന്താ ഉണ്ടായത്? 7 അടി 3 ചവിട്ട്, ഇരുമ്പ് കട്ട കൊണ്ടുള്ള ഇടി, കനത്തത് 2 എണ്ണം, പിന്നെ പുറത്തു പറയാൻ കൊള്ളാത്ത ഭാഷയിലുള്ള കുറെ ചീത്തയും. ഇത് വെറും അഡ്വാൻസ് ആണത്രേ. ആരാ ഇത് ചെയ്തത്? പിടിക്കുന്നതിന് മുമ്പ് മേൽവിലാസം ചോദിച്ചില്ല. എന്തായാലും നാളത്തെ അവാർഡ് ഫംഗ്ഷന് ഞാൻ വരാം. മറ്റന്നാൾ പരോള് കഴിഞ്ഞ് താൻ തിരിച്ചു പോകുമല്ലോ. അത് കഴിഞ്ഞേ ഞാൻ വീട്ടിലേക്കുള്ളൂ. ഇവിടെ കുറച്ചുകൂടെ സേഫാണ്. വക്കീലേ, നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിപ്പോ ഗീതയെ കണ്ടിരുന്നു. അച്ഛന് നല്ല സുഖമില്ല. ഞാൻ നാളെ വരാന്ന് പറയും. കയറൂ. ഇത്രയും കാലം കൂടെ നിന്നിട്ടും നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ല. അനുസരിക്കാൻ അറിയാവുന്നവളായിരുന്നു നീ. ഞങ്ങൾ ഏൽപ്പിച്ച ജോലികളൊക്കെ വളരെ ഭംഗിയായി നീ ചെയ്തിട്ടുമുണ്ട്. ഒരു പരിധിവരെ ഞങ്ങളുടെ രഹസ്യങ്ങൾ നിനക്ക് അറിയുകയും ചെയ്യാം. ആ അറിവ് ഞങ്ങൾക്കെതിരായി ഉപയോഗിക്കാം എന്ന് നീ കരുതിയിട്ടുണ്ടാവും. കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു പുതിയ രക്ഷകൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. സാർ, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സാർ. ബെൻ നരേന്ദ്രൻ നിന്റെ ആരാ? ആരുമല്ല. അയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിന്റെ വീട്ടിൽ വരുന്നത്? വരണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും വന്നു അല്ലേ? വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ ജ്യേഷ്ഠൻ ചെയ്ത കൊലപാതകം സ്വയം ഏറ്റെടുത്ത് ജയിലിൽ പോയ ത്യാഗിയല്ലേ. നമ്പ്യാരും ഒരു വിധിയാണെന്ന് കരുതുന്നുണ്ടാവും അവൻ. നാളത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ ഇരുമ്പഴിക്കുള്ളിലേക്ക് തിരിച്ചു പോകുന്നവനാണല്ലോ എന്നോർത്താണ് ഞാൻ കണ്ണടച്ചത്. അതിനിടയ്ക്ക് എനിക്കെതിരായി അവൻ കരുക്കൾ നീക്കാൻ തുടങ്ങി. ആദ്യം ആ പത്രക്കാരൻ ജോൺ സക്കറിയ, ഇപ്പോൾ നീയും. സാക്ഷി പറയാൻ ആളുണ്ടെങ്കിൽ തെളിയാത്ത കേസുകൾ തെളിയിക്കാമല്ലോ അല്ലേ? അത്ര പെട്ടെന്ന് തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇല്ല സാർ, നിങ്ങൾക്കെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. എന്നെ ഉപദ്രവിക്കരുത്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ മറ്റാരുമില്ല. പേടിക്കുന്നത് എന്തിനാ? നീ ഞങ്ങളുടെ ആളല്ലേ. നിന്നോട് ഞങ്ങൾക്ക് എന്നും സ്നേഹമാണ്. ഞാൻ പോട്ടെ സാർ. നീ വയ്ക്കോ. ഞാൻ തന്നെ, ബെൻ നരേന്ദ്രൻ.
ഇന്നത്തോടെ എന്റെ പരോള് തീരുക. തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. സമൂഹത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളുമാണല്ലോ. നിയമത്തിന്റെ മുമ്പിൽ നിങ്ങൾ എന്നും സത്യസന്ധന്മാർ. നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് തെളിവുകളില്ല, സാക്ഷികളില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമായിരുന്ന ജനു, മുഖംമൂടിയില്ലാത്ത പത്രപ്രവർത്തകൻ ജോൺ സക്കറിയ, നിഷ്കളങ്കയായ ഗീത, 3 പേരെയും നിങ്ങൾ കൊന്നു. അതിനുള്ള ശിക്ഷ 3ആയി വീതിച്ച് നടപടികൾ സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. ജഡ്ജ് ഞാൻ തന്നെ. ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ബെൻ നരേന്ദ്രൻ. എന്റെ കോടതി, എന്റെ നിയമം. വക്കീലന്മാരും വാദങ്ങളും അപ്പീലും ഈ കോടതിയിലില്ല. ശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാരും ഞാൻ തന്നെ. നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് ഞാൻ പറഞ്ഞു തരുന്ന വാചകങ്ങൾ അവരോട് പറയണം. കൃത്യസമയത്തിന് പുള്ളി എത്തിച്ചേരായിരിക്കും അല്ലേ? നമസ്കാരം. വന്നട്ടെ. എന്താ ഇത്ര ലേറ്റ് ആയത്? ഹേയ്, നരേന്ദ്ര വന്നു. ഇല്ല, ഞാൻ ഈ നേരം വരെ കാത്തു നിന്നു. ബെന്നെ ഇവിടെ വക്കീലേ? ഇപ്പൊ വരും. അത്യാവശ്യമായ എന്തോ കാര്യത്തിന് പോയത്. കുഴയ്ക്കോ? ഇല്ലെന്നേ, പരിപാടി തുടങ്ങുമ്പോഴേക്കും പുള്ളി എത്തും. നമസ്കാരം. പറഞ്ഞ സാർ. സുഹൃത്തുക്കളെ, പരിപാടികൾ ആരംഭിക്കാറായി.
നമ്പ്യാരെ ആയിരിക്കും അന്വേഷിക്കുന്നത് അല്ലേ? അയാൾ കുറച്ചു മുമ്പ് മരിച്ചുപോയി. കൊന്നത് ഞാൻ തന്നെ. അറിയപ്പെടാതെ പോയ ഒരുപാട് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നിച്ചാണല്ലോ ചെയ്തിരുന്നത്. അതുകൊണ്ട് ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചേ തീരൂ. മന്ത്രിയുടെ ബന്ധുവായാലും പോലീസ് സൂപ്രണ്ടിന്റെ മകനായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. സാഹിത്യകാരന്മാർ സമൂഹത്തിന്റെ രക്ഷകരാണ്. അവർ സമൂഹത്തിലെ തിന്മകളെക്കുറിച്ച് എഴുതിയാൽ മാത്രം പോരാ, തിന്മകൾക്കെതിരായി ശക്തമായി പോരാടുകയും വേണം. പണവും സ്വാധീനവും ഉപയോഗിച്ച് പാവങ്ങളെ കൂടുതൽ പാവങ്ങളാക്കുകയും അവരുടെ ശവക്കൂനകൾക്ക് മുകളിൽ ദന്തഗോപുരങ്ങൾ പണിയുകയും ചെയ്യുന്ന സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഇവിടുത്തെ എഴുത്തുകാരന് കഴിയണം. ശരണാലയം എന്ന നോവലിൽ ഗ്രന്ഥകർത്താവായ ശ്രീ ബെൻ ശവപ്പറമ്പിൽ പോലും വ്യഭിചരിക്കപ്പെടുന്ന ശപിക്കപ്പെട്ട സ്ത്രീജന്മത്തെ വരച്ചു കാട്ടിയിരിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അശ്വജന്മങ്ങളെ ഉന്മൂലനാശം ചെയ്യാൻ സ്വാർത്ഥതയില്ലാത്ത സാഹിത്യകാരന്മാർക്ക് കഴിയും. അടുത്തതായി അവാർഡ് വിതരണം. ശ്രീ ബെൻ നരേന്ദ്രൻ ഇതുവരെ എത്തിച്ചേരാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ അഡ്വക്കേറ്റ് PS നെന്മാറയെ ഈ അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബെൻ വന്നു. Behind every fortune, there is a crime. ഓരോ വിജയത്തിന്റെ പിന്നിലും നിയമത്തിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു കുറ്റമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിജയിച്ച ദിവസമാണ്. മനസ്സാക്ഷിയുടെ അംഗീകാരം കിട്ടിയ ആദ്യ ദിവസം. 3 സാമൂഹ്യ ദ്രോഹികളെ ഞാൻ കൊന്നു.
കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായി ചെയ്ത കൊലപാതകം. എന്റെ സ്നേഹിതൻ ജനു കൊല്ലപ്പെട്ടു. കള്ളപ്പണത്തിന്റെ സ്വാധീനം അതൊരു ആത്മഹത്യയാക്കി മാറ്റി. വിലയ്ക്ക് വാങ്ങിയ നിയമത്തിന്റെ കറുത്ത കോട്ടുകൾ മറയാക്കി കൂലിക്കെടുത്ത സാക്ഷികളെ കോടതി മുമ്പാകെ നിരത്തി ഭഗവത്ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും സാക്ഷി നിർത്തി അവർ സത്യത്തെ കശാപ്പ് ചെയ്തു. സമൂഹത്തിൽ പാവക്കൂത്ത് നടത്തുന്ന ആ കാപാലികന്മാരെ പേടിച്ച് സ്വന്തം ശരീരം പോലും ആ ദ്രോഹികൾക്ക് വിൽക്കേണ്ടി വന്ന പാവപ്പെട്ട എന്റെ അനുജത്തി ഗീതയും ഇന്നലെ കൊല്ലപ്പെട്ടു. നിയമത്തിന്റെ കണ്ണിൽ അതും ഒരു അപകടമാണ്. ആ ശവന്തീനി പട്ടികൾക്ക് മരണശിക്ഷ വിധിച്ച് എന്റെ കോടതിയിൽ ഞാൻ ജഡ്ജിയായി. ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ റൈറ്റ്. പോകാൻ സമയമായി. എന്റെ പുസ്തകത്തെയും എന്നെയും സ്നേഹിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും എന്നെ പരോളിലിറക്കി ബുദ്ധിമുട്ടേണ്ടി വരില്ല. പരോളിലിറങ്ങി ഒരു കൊലപ്പുള്ളി കൊലപാതകം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം. പാഴായി പോകുമായിരുന്ന ഒരു ജന്മമാണ് എന്റേത്. ഇന്ന് അതിനൊരു അർത്ഥമുണ്ടായി. തനിക്ക് തരാൻ ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ.